സാമുവൽ മേന. സർഗചൈതന്യത്തിൻ്റെ ഒരു കണിക ഹൃദയത്തിൽ ചാലിച്ചു ചേർത്താണ് സർവേശ്വരൻ ഈ മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത്. സാഹിത്യത്തിലൂടെ ദൈവകൃപയുടെ സന്ദേശം മലയാള ഭാഷയിൽ പ്രചരിപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ച ആൾ. സ്വയം അറിഞ്ഞതും ആർജിച്ചതുമായ സർഗവാസനകളെല്ലാം താൻ അടങ്ങുന്ന ഒരു വലിയ സമൂഹത്തെ ദൈവോന്മുഖ ബോധ്യങ്ങളിലേക്ക് തിരിച്ചുവിടാൻ മേന വിനിയോഗിച്ചു. സാഹിത്യം, ചിത്രകല, ഫോട്ടോഗ്രഫി, അഭിനയം, സംവിധാനം, റേഡിയോ മിനിസ്ട്രി എന്നിങ്ങനെ മേന കൈവച്ച എല്ലാ മേഖലകളും ദൈവപുത്രനായ യേശുക്രിസ്തുവിലേക്കും അവൻ മൂലമുള്ള നിത്യരക്ഷയിലേക്കുമുള്ള ചൂണ്ടുപലകകളാക്കി മാറ്റാൻ മേനയ്ക്ക് കഴിഞ്ഞു. സൗഹൃദങ്ങൾ മേനയുടെ ദൗർബല്യമായിരുന്നു. ഒരു വ്യക്തിയെ അടുത്തറിഞ്ഞാൽ, ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ ഹൃദയം കൊണ്ടാകും മേന അയാളെ സ്നേഹവലയത്തിലാക്കുക. സുഹൃത്ത് സദസ്സുകളിൽ സ്വന്തം വാക്വൈഭവത്താൽ മേന തിളങ്ങും. മികച്ച ഒരു ചലച്ചിത്രാസ്വാദകനായിരുന്നു മേന. സിനിമാ ഗാനങ്ങളോട്, പ്രത്യേകിച്ച് ഹിന്ദി റൊമാൻറ്റിക് ഗാനങ്ങളോട് മനസ്സ് തുറന്നുള്ള വിധേയത്വമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. കുന്ദൻലാൽ സൈഗളും പങ്കജ് മല്ലിക്കും കിഷോർ കുമാറും മുഹമ്മദ് റഫിയും മുകേഷുമായിരുന്നു ഇഷ്ടഗായകർ. അവരുടെ ഗാനങ്ങൾ ആലപിക്കുന്നതിനും മേന മികവ് കാട്ടിയിരുന്നു. പങ്കജ് മല്ലിക്കിന്റെ ശബ്ദം ലഭിക്കാനായി വായ ഒരൽപ്പം പൊത്തിപ്പിടിച്ചാണ് അദ്ദേഹം പാടിയിരുന്നത്. മലയാളത്തിൽ യേശുദാസിനെയും ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി, പി ജയചന്ദ്രനെയും ഞാൻ മനസ്സ് കൊണ്ട് കെട്ടിപ്പിടിച്ചേനെ ഞാൻ. എസ് ജാനകിയുമായിരുന്നു അദ്ദേഹത്തിന് ഏറെ ഇഷ്ടം. ഏപ്രിൽ 23 കോഴിക്കോട് ദക്ഷിണേന്ത്യ ദേവസഭയുടെ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ ജോസഫ് മേനയുടെയും മേരിയുടെയും 5 മക്കളിൽ മൂത്ത പുത്രനായാണ് സാമുവലിന്റെ ജനനം. ചെറുപ്പം മുതൽ വായനയിലും ചിത്രരചനയിലും മേനയ്ക്കുണ്ടായ കമ്പം അദ്ദേഹത്തെ കോഴിക്കോടിന്റെ തനത് സാംസ്കാരിക ബന്ധങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു. നാടകാചാര്യൻ KT മുഹമ്മദിന്റെ ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ് അംഗമായിരുന്നതിനാൽ അഭിനയത്തിന്റെയും നാടക സംവിധാനത്തിന്റെയും ബാലപാഠങ്ങൾ മേന സ്വായത്തമാക്കി. ചിത്രകലയോടുള്ള ആഭിമുഖ്യം, വീവിംഗ് ഡിസൈനർ, പാറ്റേൺ പ്രൊഡ്യൂസർ എന്നീ നിലകളിലുള്ള തന്റെ ഔദ്യോഗിക മേഖലയെ തിളക്കമുള്ളതാക്കി മാറ്റാൻ മേനയെ സഹായിച്ചു. ബൈബിൾ ഉദ്ധരണികൾ ചേർത്ത് ഉപന്യാസ രീതിയിലുള്ള ലേഖനങ്ങൾക്കപ്പുറം ജീവിതഗന്ധിയായ സാഹിത്യത്തോട് അയിത്തം കൽപ്പിച്ചിരുന്ന സ്വന്തം സമൂഹത്തിന്റെ നിഷേധ നിലപാടുകളിലേക്ക് മേന തന്റെ തൂലിക ചലിപ്പിച്ചു. ദക്ഷിണേന്ത്യ ദേവസഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ആത്മബോധിനിയിൽ 1950കളുടെ അവസാനമാകുമ്പോഴേക്കും മേനയുടെ കഥകളും വായനാതുരതയുള്ള ലേഖനങ്ങളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പത്രാധിപർ,
റവറൻ PJ ഫിലിപ്പ് മേനയുടെ എഴുത്തുകൾ വേണ്ടവിധം പ്രോത്സാഹിപ്പിച്ചപ്പോൾ ക്രിസ്തീയ രംഗത്തെ സാഹിത്യ രചനകളോട് അതുവരെ നെറ്റിച്ചുളിച്ചു നിന്നവരുടെ കണ്ണുകൾ വിടർന്നു വികസിച്ചു. 1963 മേനയുടെ നിക്ഷേപം നിറയ്ക്കപ്പെട്ട മൺപാത്രങ്ങൾ സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ യുവമിത്രത്തിൽ ഖണ്ഡശഃ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ വഴിക്ക് സാഹിത്യത്തിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹവും ആർദ്രതയും അനുവാചകർ അനുഭവിച്ചറിഞ്ഞു. യേശുക്രിസ്തുവിന്റെയും അപ്പോസ്തലരുടെയും കാലഘട്ടം കടന്ന് 2 ശതാബ്ദങ്ങൾക്കിപ്പുറം ക്രിസ്തുവിന്റെ അനുയായികളായി എങ്ങനെ ജീവിക്കാനാകുമെന്ന പ്രായോഗിക പാഠം മൺപാത്രങ്ങളിലുണ്ട്. ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ധാർമ്മികതയും സാമൂഹിക ബന്ധങ്ങളിലെ പവിത്രതയും സാമ്പത്തിക കാര്യങ്ങളിലുള്ള വിശ്വസ്തതയും എന്നുവേണ്ട കുടുംബജീവിതത്തിലെ ഐക്യവും ഈശ്വരഹിതമായ പ്രണയവും വിരഹവുമെല്ലാം മൺപാത്രങ്ങളിലെ കഥാപാത്രങ്ങൾ വായനക്കാരന് കാട്ടിക്കൊടുക്കുന്നുണ്ട്. 3 പതിറ്റാണ്ടുകൾ കൊണ്ട് പൂർത്തിയാക്കിയ ഈ നോവലാണ് മേനയുടെ മാസ്റ്റർ പീസ്. മൺപാത്രങ്ങൾ കൂടാതെ ജലസേചനം, മൂന്നാം പിറ, ആരും അനാഥരല്ല തുടങ്ങിയ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ മേനയുടേതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. 1971 സാഹിത്യത്തിലൂടെ സുവിശേഷം എന്ന ആത്മദർശനത്തിന് വിധേയനായി പാറ്റേൺ പ്രൊഡ്യൂസർ എന്ന ഉദ്യോഗം രാജിവെച്ച് പൂർണ്ണസമയ സാഹിത്യ പ്രവർത്തനമെന്ന പാതയിലേക്ക് മേന തിരിഞ്ഞു. ഭാര്യ ഗ്ലാഡിസിനും 5 മക്കൾക്കുമൊപ്പം ചെങ്ങന്നൂരുള്ള ദക്ഷിണേന്ത്യ ദേവസഭയുടെ ആസ്ഥാനത്ത് വന്നു പാർത്തു. ജീവമന്ന എന്ന പ്രസിദ്ധീകരണത്തിലൂടെ സുവിശേഷ ദർശനത്തിന് മേന സാഹിത്യത്തിന്റെ മുഖം നൽകി. കെട്ടിലും മട്ടിലും സെക്കുലർ മാസികകളെ വെല്ലുന്ന ജീവമന്നയിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്യങ്ങളും നൽകിയിരുന്നു. വൈകാതെ ദക്ഷിണേന്ത്യ ദേവസഭയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട മേന ജീവമന്ന റേഡിയോ മിനിസ്ട്രിയിലൂടെ തന്റെ പ്രേക്ഷിത ദൗത്യം തുടർന്നു. ശ്രീലങ്കയിലെ ഫീബ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വഴിയായിരുന്നു എല്ലാ ബുധനാഴ്ചയും വൈകിട്ടുള്ള റേഡിയോ മിനിസ്ട്രി. മേന രചനയും സംവിധാനവും ശബ്ദവും നൽകിയ ചെറുനാടകങ്ങളും സംഗീത വിരുന്നുമായിരുന്നു അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഫോട്ടോഗ്രാഫിയിലുള്ള കമ്പവും ചിത്രകലയോടുള്ള ആഭിമുഖ്യവും പത്രാധിപർ എന്ന നിലയിൽ മേനയുടെ കരവിരുതിന് കരുത്തായി. സ്വന്തമായി എടുത്ത ഫോട്ടോകളും വരച്ചുണ്ടാക്കിയ ചിത്രങ്ങളും താൻ പത്രാധിപരായിരുന്ന മാസികയുടെ പുറന്താളുകൾക്കും അകപേജുകൾക്കും മിഴിവേകി. 1976 സഭയുടെ ആസ്ഥാനം എറണാകുളം പാലാരിവട്ടത്തിനടുത്ത് എക്ലീസിയയിലേക്ക് മാറ്റിയപ്പോൾ മേന കുടുംബം എറണാകുളത്തേക്ക് താമസം മാറ്റി. ക്രിസ്തീയ സന്ദേശമുള്ള സിനിമകൾ മേനയുടെ സ്വപ്നമായിരുന്നു. അക്കാലത്ത് അണക്കെട്ടുകൾ എന്ന പേരിൽ ഒരു തിരക്കഥ തയ്യാറാക്കിയെങ്കിലും സിനിമയെ പാപശങ്കയോടെ കണ്ടിരുന്ന സ്വന്തം സമൂഹത്തിന്റെ വിലക്കുകൾക്ക് വിധേയനായി താൻ എഴുതിയ തിരക്കഥ ജലസേചനം എന്ന പേരിൽ നോവലാക്കി പുറത്തിറക്കി. 1978 മേനയും കുടുംബവും തിരുവനന്തപുരത്തെത്തി അവിടെ സ്ഥിരതാമസമാക്കി. പരുത്തിപ്പാറയിൽ ഡയലോഗ് മാസികയുടെ പത്രാധിപരായി മേന ചുമതലയേറ്റു. അക്കാലമായപ്പോഴേക്കും പ്രമേഹ രോഗത്താൽ ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്ക് മേന കടന്നു കയറിയിരുന്നു. എഴുത്തിലൂടെ ഉപജീവനം സെക്കുലർ രംഗത്തുള്ളവർക്ക് പോലും അപ്രാപ്യമായിരുന്ന ആ കാലഘട്ടത്തിൽ എഴുതി ഉപജീവിക്കാനുള്ള ദൈവനിയോഗം മേനയ്ക്കുണ്ടായി. താൻ എഴുതുന്ന ലേഖനങ്ങളും സാഹിത്യരചനകളും വായിച്ച് അപരിചിതരായ അനുവാചകർ തിരുവനന്തപുരത്തെ കൃപാ വീടിന്റെ മേൽവിലാസത്തിൽ മണി ഓർഡറുകൾ അയക്കുന്നത് കൈപ്പറ്റുമ്പോൾ ദൈവകരുതലിന്റെ മാഹാത്മ്യം അനുഭവിക്കുന്ന മേന കണ്ണുനീർ വാർക്കുമായിരുന്നു. എഴുത്തു തുടരുന്നതിനിടെ അല്പം മുഷിച്ചിൽ തോന്നിയാൽ പുരയിടത്തിലെ സ്വന്തം കൃഷിയിടത്തിലേക്ക് മേന മെല്ലെ ഇറങ്ങും. സ്വന്തമായി നട്ടുനനച്ചുണ്ടാക്കിയ പച്ചക്കറി തോട്ടത്തിലൂടെ വാഴക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടന്ന് മരച്ചില്ലകളിലെ കിളിക്കൂട്ടങ്ങളുടെ കളകൂജനം ശ്രവിച്ച് മടങ്ങിയെത്തുമ്പോൾ മേനയുടെ ചിന്തയിൽ എഴുത്തിന്റെ കഥാഗതി പുരോഗതി പ്രാപിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ വീടിന് മുൻപിലുള്ള വയൽ പ്രദേശത്ത് കളകളാരോ മുഴക്കി ഒഴുകുന്ന തോട്ടിൻകരയിൽ ചെന്ന് നിന്ന് അത് ആസ്വദിക്കുമായിരുന്നു അദ്ദേഹം.
പ്രകൃതിയും അതിലെ ചരാചരങ്ങളും മനുഷ്യന് ആസ്വദിക്കാനായി ദൈവം ഒരുക്കിയതാണെന്ന് മേന വിശ്വസിച്ചു. ഭൂമിയിൽ സ്വന്തം കൈപ്പണിയിൽ നട്ടുനനച്ചുണ്ടാക്കുന്നതെന്തും ദൈവത്തിനുള്ള അർച്ചനയായി അദ്ദേഹം കണ്ടു. ലവ് ഇൻ ആക്ഷൻ സൊസൈറ്റിക്ക് നേതൃത്വം നൽകിയിരുന്ന ഡോക്ടർ പി ജോബിനെ 1985 ഡൽഹിയിൽ സന്ദർശിക്കാൻ പോയ മേന അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് അല്പദാസൻ അത്ഭുതകരങ്ങളിൽ. മലയാളത്തിൽ മൂലകൃതിയായി എഴുതപ്പെട്ട ആ ജീവചരിത്ര ഗ്രന്ഥം ലോകത്തെ വിവിധ ഭാഷകളടക്കം 30-ലേറെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. മലയാള ജീവചരിത്ര സാഹിത്യത്തിൽ ഇത്തരത്തിൽ ഒരു വിസ്മയമായി മേനയുടെ അല്പദാസൻ അത്ഭുതകരങ്ങളിൽ ഇന്നും നിലകൊള്ളുന്നു. 1987 60 വയസ്സ് തികയുമ്പോഴേക്കും അനാരോഗ്യം മേനയുടെ ശരീരത്തെ വല്ലാതെ കീഴ്പ്പെടുത്തിയിരുന്നു. അപ്പോഴും എഴുത്തു തന്നെയായിരുന്നു മേനയുടെ തപസ്യ. നിക്ഷേപം നിറയ്ക്കപ്പെട്ട മൺപാത്രങ്ങളുടെ 2ാം ഭാഗം ഈ അവസരത്തിലാണ് മേന എഴുതി തുടങ്ങുന്നത്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുകയും ചെയ്തുവന്ന വിശ്വാസ തീവ്രതയിൽ നിന്ന് ധനമഹിമയിലൂടെ അഹന്തയിലും ആറിത്തണുത്ത വിശ്വാസത്തിലും അകപ്പെട്ടുപോയ ഒരു സമൂഹത്തിൻ്റെ അപജയമാണ് മേന മൺപാത്രത്തിൻ്റെ 2ാം ഭാഗത്തിൽ വരച്ചു കാട്ടിയത്. പുതിയ സാഹചര്യങ്ങൾക്ക് വിധേയപ്പെട്ടവനെങ്കിലും സ്വന്തം ദർശനങ്ങളിൽ അടിപതരാതിരുന്ന തോമസ് എന്ന മുഖ്യ കഥാപാത്രം മേനയുടെ മാതൃകാ പുരുഷനായിരുന്നു. നോവലിസ്റ്റ് പലപ്പോഴും സ്വന്തം കഥാപാത്രത്തിൻ്റെ അനുകാരിയായി മാറുന്ന അവസ്ഥ ജീവിതത്തിലുണ്ടായി. 1988 ആകുമ്പോഴേക്കും മേനയുടെ സർഗചേതന വല്ലാതെ തളർന്നു. മൺപാത്രങ്ങളിലെ ശേഷിക്കുന്ന 2 അധ്യായങ്ങൾ എഴുതാൻ വയ്യാതെ വന്നു. മകൻ മാക്സി വിശ്വാസ് മേനയെ അരികിൽ വിളിച്ച് ആ ചുമതല അദ്ദേഹം മാക്സിക്ക് കൈമാറി. 1989 സെപ്റ്റംബർ 25 മേന ഇഹലോകം വിട്ട് നിത്യജീവനിലേക്ക് കടന്നുപോയത്. സർവശക്തനിൽ നിന്ന് സുവിശേഷ സാഹിത്യത്തിൻ്റെ തലവരയുമായി മലയാളക്കരയിലെത്തിയ മേനയ്ക്ക് അന്ന് 63 വയസ്സായിരുന്നു പ്രായം. മകൻ മാക്സി എഴുതി സമ്പൂർണ്ണമാക്കിയ നിക്ഷേപം നിറയ്ക്കപ്പെട്ട മൺപാത്രങ്ങൾ കോട്ടയം ഗുഡ് ന്യൂസ് 1996 ഗ്രന്ഥരൂപത്തിൽ പുറത്തിറക്കി. മേന കടന്നുപോയിട്ട് 37 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷം. ഈ 100-ാം വയസ്സിൽ മേന ഇന്ന് ഇവിടെ സ്മരിക്കപ്പെടുമ്പോൾ അദ്ദേഹം അനുഭവിച്ച ദൈവകൃപകൾക്കാണ് നാം സാക്ഷികളാകുന്നത്. ഹൃദയം കൊണ്ട് സർഗസാഹിത്യരംഗത്തെ സ്വാഗതം ചെയ്യാത്ത ഒരു സമൂഹത്തിൽ ഒരു ദാർശനികനായി നിലകൊണ്ട് രചനാഭംഗിയുള്ള സാഹിത്യ സൃഷ്ടികൾ സമൂഹത്തിന് സമ്മാനിച്ച സാമുവൽ മേന സഹൃദയ മനസ്സുകളിൽ അമർത്യത നേടുന്നത് ദൈവം തിരഞ്ഞെടുത്ത വഴിയിലൂടെ തൻ്റെ ജീവിതയാത്ര പൂർത്തിയാക്കിയതിനാലാണ്. ദൈവത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് ഒഴുകുന്ന നിതാന്തമായ കൃപയുടെ സുവിശേഷമാണ് മേന സ്വജീവിതത്തിലൂടെ പ്രഘോഷിച്ചത്. നിത്യജീവനിലേക്കുള്ള വഴിതേടലായിരുന്നു മേനയുടെ ഇഹലോക ജീവിതം. കളിമണ്ണ് എന്ന തൻ്റെ കഥയിൽ മേന പറയുന്നു, കല്ലായിരിക്കരുത്, കളിമണ്ണായിരിക്കണം വിശ്വശില്പിയുടെ കയ്യിൽ. വിശ്വശില്പിയുടെ കയ്യിലെ കളിമണ്ണ്, അതായിരുന്നു മേന, സാമുവൽ മേന. मेरे दिल में भी ताज़ा उमंगे बढ़े, मेरे दिल में ताज़ा उमंगे बढ़े, और तुए बढ़ी और कैसी बढ़ी लिए बोलो के हार बहार आई बहार बहार